ഹലോ ഗായ്സ്. സോ ഹായ് അമ്മ, എല്ലാവരുടെയും ഫേമസ് വൈറൽ അമ്മ, ഫേവറേറ്റ് അമ്മ. സോ ഞങ്ങൾ മൂന്നും കൂടി ചെറിയൊരു ട്രിപ്പ് പോവുകയാണ്. ഇപ്പോൾ 2 പാർട്ടായിട്ടിടാം. സോ ഇപ്പോൾ സമയം പോയി, വെളുപ്പിന് 4 വരെ 3:45 എന്തോ വണ്ടിയൊക്കെ വരും. നമ്മൾ ലിഫ്റ്റിൽ പോകും, ഇത്രയും വെയിറ്റും കൊണ്ട് ഇറങ്ങാൻ വയ്യ. സോ അപ്പം ഇനി നേരെ താഴോട്ട് പോയിട്ട് ഊബർ പിടിച്ച് എറണാകുളത്ത് നിന്ന് ട്രെയിൻ. സോ അവിടെ നിന്ന് എത്ര സാധനമുണ്ട് എറണാകുളത്ത് പോയിട്ട്. അപ്പം എറണാകുളത്തു നിന്നാണ് ട്രെയിൻ എടുക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് പിന്നെ മൂകാംബിക. സോ 2 പാർട്ടായിട്ട് ഇടാനുള്ളതുണ്ടെങ്കിൽ ഞാൻ 2 പാർട്ടായിട്ട് ഇടും. ഇനിയിപ്പം കുറച്ച് വ്ളോഗൊക്കെ വരുന്നുണ്ട് ഗൈസ്, കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. ഞാൻ എൻ്റെ വ്ളോഗിങ് സ്കിൽസ് കൂട്ടാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും ഇത് ഞങ്ങളുടെ ഫ്ലാറ്റ് കേട്ടോ, അത് കാണിച്ചു തരാം. നിൽക്കൊരു സെക്കൻഡ്. കണ്ട എല്ലാവരും ക്രിസ്മസ് ഒക്കെ ഇട്ട് ക്രിസ്മസ് ഇട്ടുന്ന സ്റ്റാർ ഇട്ടൊക്കെ നോക്കുക. സോ വണ്ടിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. എന്നിട്ട് പിന്നെ എറണാകുളം സൗത്തി എത്തണം. സൗത്തി എത്തിയിട്ട് ബാക്കി കാണാം. എൻ്റെ പെങ്ങളുണ്ട്. ഹായ് പെങ്ങൾ. ഹലോ ഹലോ. ഇവിടെ ഞങ്ങളുടെ അമ്മ വണ്ടിക്കകത്ത് പോയി അടുത്ത വണ്ടിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇതൊന്നും എടുക്കുന്നില്ല മോളെ. ഇവിടെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഓരോ ആക്ഷനൊക്കെ ഇടുന്നുണ്ട്, പക്ഷേ ഞാനൊന്നും എടുക്കത്തില്ല. ഒന്നാമത് തള്ളയ്ക്ക് ഭയങ്കര ഫാൻസാണ്. സോ ഇനി തള്ളേന്നൊക്കെ വിളിച്ചാൽ അമ്മയുടെ ഫാൻസിന് ഇനിയും പിടിക്കാൻ പറ്റത്തില്ല. നമ്മൾ സ്നേഹം മൂലം തള്ള എന്നൊക്കെ ആയിരിക്കും വിളിക്കുന്നത്. എന്നെ തള്ളേന്ന് വിളിക്കുന്നത് എനിക്കിഷ്ടമല്ല. അത് അത്രേ ഉള്ളൂ. എനിക്കിഷ്ടമല്ല. ഞാനൊരു വൈറൽ സെലിബ്രിറ്റിയാണ്, 200K വ്യൂസ് കിട്ടിയൊരു സെലിബ്രിറ്റിയാണ്. സോ അതിൻ്റെ അഹങ്കാരം എനിക്കാകാം. വെട്ടമില്ല, ഇങ്ങോട്ട് എന്താ പറ. ഓക്കെ, നീ പറ. എന്നെ തള്ളേന്ന് വിളിക്കുന്നത് എനിക്കിഷ്ടമല്ല. അതിനി മക്കളായാലും ആരായാലും. അയ്യോ, ഫസ്റ്റ് കാർ ക്യാൻസൽ ചെയ്യും. എന്തിനൊക്കെ കേൾക്കോണ്ടോ എനിക്ക് അറിഞ്ഞൂടാ, ഓട്ടോയിൽ ഇരിക്കുന്നതൊന്നും കേൾക്കോന്ന് അറിഞ്ഞൂടാ. സോ ബൈറ്റാറ്റ. റെയിൽവേ സ്റ്റേഷനിലെത്തി. സോ ഇപ്പം എക്സ്കവേറ്റർ കയറിക്കൊണ്ടിരിക്കുകയാണ്. സോ ഓക്കെ, സക്സസ്ഫുള്ളി അത് കഴിഞ്ഞു. ഞാൻ ക്യാമറ എത്തിയാണ്. ഇതാണ് എറണാകുളം സൗത്ത്. അമ്മ ചേച്ചി ഞങ്ങളുടെ പ്ലാറ്റ്ഫോം 2-ലാണ് ട്രെയിൻ. ഇവരെന്താ അനൗൺസ് ചെയ്യുന്നുണ്ട്. ദ ട്രെയിൻ പൂനെ എക്സ്പ്രസ്. ഞങ്ങൾ A1 ആണെന്ന് തോന്നുന്നു. ബാഗ് എടുത്തോ, പോകുന്നത് വീട്ടിൽ പോയി പഠിച്ച് നിൽക്കുവേ. ഓടുന്നു കണ്ടു ഗൈസ്. അമ്മ ഓടുന്നു. വിഷയമില്ല കാര്യമുണ്ട്. നമുക്കിനിയും സീറ്റ് ട്രെയിൻ കണ്ടുപിടിച്ചിട്ട് സീറ്റ് കണ്ടുപിടിക്കാം. അമ്മ ട്രെയിൻ തുറന്നു കയറി. സോ അകത്തെത്തിയുടെ ബാക്കി കാണിക്കാം ഗൈസ്. ടാറ്റാ. സോ ഗൈസ് കയറി ട്രെയിനിലെത്തി. ഇനിയിപ്പോൾ ഞങ്ങളുടെ അമ്മ സാഹസികമായിട്ട് അപ്പുറപ്പുറത്തേക്ക് കയറാൻ പോവാണ്. അതൊന്ന് കണ്ടിട്ട് വരാം. അത് ഞാൻ കാണിച്ചു തരാം. ഞങ്ങളുടെ അമ്മയുടെ സാഹസികമായ മലക്കയറ്റം. ട്രെയിനിൻ്റെ അപ്പുറപ്പുറത്ത് ചെരുപ്പൂരി മോനെ. ഞാനിവിടെ സുഖനിദ്ര ഇനിയൊന്നും ഉറങ്ങാം. പക്ഷെ അമ്മ വേറെ ഇരിക്കുന്ന അത് കണ്ടിട്ടില്ല. ഓക്കെ, ഇതൊന്ന് മുന്നിൽ കൊണ്ടിരുന്നു. ജസ്റ്റ് കമോൺ ഒന്നൊക്കെ ഒടിഞ്ഞൊന്നും പോകത്തില്ല. നിങ്ങളുടെ വെയിറ്റ് താങ്ങാനുള്ള ശേഷിയൊക്കെ ഉണ്ട് ഗൈസ്. അങ്ങനെ എൻ്റെ അമ്മ അരമണിക്കൂർ പരിസരത്തിനുള്ളിൽ കയറിയിരിക്കുന്നു. അതൊരു വീഡിയോ എടുക്കാൻ പറ്റും. ഞാൻ എടുത്തു വെക്കാൻ പോയി വരുന്നത്. അമ്മ എങ്ങനെ ഉണ്ടായിരുന്നു അമ്മ കയറിയ എക്സ്പീരിയൻസ്? അമ്മ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കണം, കുറച്ച് സീനില്ല. എന്നാലും കയറി. ഞാൻ എൻ്റെ ശിക്ഷത ഞാൻ ഇവിടെ ചുമ്മാ എടുത്ത് കാല് വെക്കുന്നു, കയറുന്നു. AC വരും, സെറ്റാക്കാം.
അത് ഇച്ചിരി കഴിയുമ്പോൾ തണുക്കും. ഇപ്പം ഇങ്ങനെ അരമണിക്കൂർ പരിശ്രമമില്ലായിരുന്നു കാരണം, അതുകൊണ്ട് ആ ചൂടെടുക്കുന്നത്. നമുക്കൊന്ന് കിടക്കാം. ശുഭനിദ്ര, സുഖനിദ്ര, ടാറ്റ. സോ ഗൈസ്, എല്ലാം ട്രെയിൻ എടുക്കത്തില്ല. ട്രെയിൻ ഒരു ലേറ്റ് ഇച്ചിരി കഴിയും കിടക്കാൻ. അപ്പോൾ ഒന്ന് സുഖനിദ്രയിൽ പോയിട്ട് വരാം. ഒന്ന് ഉറങ്ങി ഒക്കെ വരാം. ഉറങ്ങിയിട്ട് ഇപ്പം എണ്ണിക്കുവാണെങ്കിൽ നമുക്ക് കാണാം. സോ ഞങ്ങളുടെ അമ്മ വീണ്ടും സാഹസികമായിട്ട് അടുത്ത്. ഹലോ മോനെ, ഹലോ ഹലോ എൻ്റെ മാതാജി, ഡേ ഇവിടെ ക്യൂട്ട്നെസ് വാരി ഇടണേ ഗൈസ്. ആരും സപ്പോർട്ട് ചെയ്യണ്ട. എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളിപ്പം 50 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുന്നു. സോ ഒരു 50 സബ്സ്ക്രൈബേഴ്സ് ആയാൽ നമുക്ക് എത്ര ആവുമേ? 1000 ആകും. സോ 1000 ആകിയാൽ അമ്മ ക്യൂട്ടാണ് ആരോ കഴിഞ്ഞ ദിവസം കമൻറ്റ് ഇട്ടു. സോ അവരൊക്കെ കാണുന്നുണ്ടെങ്കിൽ അമ്മയുടെ വക നന്ദി. അമ്മ ക്യൂട്ടല്ലേ? മോനാണ് ക്യൂട്ട്, അറിയാലോ. സോറി. സോ അമ്മ ഇപ്പോൾ ഇവിടെ ആണ്. അവിടെ ചാടി, അതും ഞങ്ങളുടെ സീറ്റാണ്. അവിടെ ചേച്ചി മാറിക്കോളും. സോ എനിവേ ടാറ്റ. ഇവിടെ മിറർ ഉണ്ടല്ലേ, മിറർ നോക്കണം. അയ്യോ എന്നെ കാണാവോ? ഓക്കെ ടാറ്റ. അപ്പോൾ 4 എനിക്ക് നമ്പർ 4ആണ്. 31 3+1 അപ്പം എപ്പോഴേലും കാണാം. ടാറ്റാ. One eternity later. ഹായ് ഗൈസ്, എണീച്ചു. സമയം ഇപ്പം 9 മണി. കഴിക്കാന്ന് വെച്ചു. അമ്മ ഇവിടെ അമ്മ എണീച്ചു. എനിവേ ടാറ്റ. ഇനി ഒരു ഉറക്കം കൂടി ഇറങ്ങാം. ഗൈസ് ഒന്ന് വായൊക്കെ കഴുകി സ്റ്റോപ്പ് കാര്യക്കല്ല. അവിടെ ഒരാൾ കഴിച്ചുകൊണ്ടിരിക്കുക. കയ്യിലൊന്നുമില്ലല്ലേ? അമ്മ അവിടെ എല്ലുണ്ട്, ഞാനിവിടെ കപ്പലിലോട്ടായി. മുമ്പേ ഞാൻ പാകം കഴിപ്പിച്ച് ഞാൻ പാകം കഴുകി. ഇപ്പം ക്യാരിക്കട്ടാണ് കപ്പലിനെ കാണാം. ഇപ്പം കപ്പലിലോട്ട് വേണം. ഇപ്പം ഇത് ഞാൻ കഴിച്ചിട്ട് ഒന്ന് ഉറങ്ങട്ടെ. വീണ്ടും ഉറങ്ങണം. കൊള്ളാം, നല്ല ഉറക്കം. ഹായ് ഗൈസ്, അങ്ങനെ നമ്മൾ വീണ്ടും എണ്ണിച്ചു. താഴെയുള്ളവരൊക്കെ പോയി. അപ്പം ഞാൻ താഴോട്ടിരിക്കാന്ന് വെച്ചു. ഞാൻ കേട്ടത് എൻ്റെ അമ്മ മുറുക്ക് കറുമുറന്ന് കഴിക്കുന്നത് കേട്ട് ഉണർന്നെയാണ്. ഞങ്ങളുടെ അമ്മ ഇവിടെ ഇജാതി കൂർക്കമലി ഇജാതി മുറുക്ക് തീറ്റിയാണ്. മുറുക്ക് കഴിക്കുന്നതുകൊണ്ടില്ല. ഞാൻ പുറത്ത് സീനറീസ് കാണിച്ചുതരാം. ഇത് ഏതാ കോയമ്പത്തൂർ പാടം എന്താ മനസ്സിലാകുന്നില്ല. ഓ അവിടെ കടല്, അങ്ങ് വിദൂരതയിൽ കടല് കാണാൻ തോന്നുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? കണ്ടോ? ഇനി സൂമാക്കിയാൽ ഓക്കെ. സോ എവിടെ എത്തിയാൽ പോലും ഒരു പിടുത്തല്ല. ഇനിയുണ്ട് ഒരു 5 മണിക്കൂർ ട്രാവലുണ്ട്. കുഴപ്പമില്ല. എന്തായാലും 2 പാർട്ടായിട്ട് ഇറക്കാം അല്ലേ? 2 പാർട്ടായിട്ട് ഇറക്കാം അല്ലേ? ഓ അടുത്ത് കാണാം. ഓ കടൽ പോയി, വീണ്ടും പോയി. എങ്ങനെ അമ്മയുടെ വരുന്നത്? എന്ത് പെട്ടെന്ന് വരുന്നത്? ഞാൻ 2 പാർട്ടായിട്ട് വീഡിയോ ഇറക്കാമെന്നാണ് പറഞ്ഞത്. ഞങ്ങളുടെ അമ്മ ഒറ്റ സ്ട്രെസ് തീർക്കും. ടു ബി കണ്ടിന്യൂഡ് അങ്ങനെയൊക്കെ ഇടും. കണ്ടോ, ഒരു പാക്കറ്റ് തീർത്ത് ഇപ്പം 2ാമത്തെ പാക്കറ്റ് പൊട്ടിച്ചു. ഇത് കഴിക്കുന്നുണ്ടോ? ക്യൂട്ട്നെസ് ഇടണ്ട അമ്മ, ക്യൂട്ട്നെസ്. ഓക്കെ, തമിഴ്നാടെന്നൊന്ന് കണ്ടിട്ട് തമിഴ്നാട് പോയി പഠിക്കുന്നത്. ഞങ്ങളുടെ ഓഫീസിൽ അൻപണ്ണൻ്റെ സ്ഥലം എത്തിയെന്ന് തോന്നുന്നു. അൻപണ്ണ സ്ഥലം എത്തിയിട്ടെ മംഗലാപുരത്തോടെ നമ്മൾ പോകുന്നത്. നമുക്ക് എനിക്ക് ഐഡിയ ഒന്നുമില്ല എവിടെ ഒക്കെ പോകുന്നത്. എന്തൊക്കെയോ പൂജയുണ്ട്, കുറച്ച് ട്രഡീഷണൽ വൈബ് കടിക്കണം. ബ്രാഹ്മിൻ കുട്ടി ടച്ച് വരണം. അതാണ് അറിയാലോ, ബ്രാഹ്മിൻ കുട്ടിയാണ്. അപ്പോൾ അതിൻ്റെ ടച്ച് എത്തണം. ടാറ്റാ ഗൈസ്, ഞാൻ ആ സത്യം മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ടുള്ള സ്വിച്ചൊക്കെ പിടിച്ച് നിൽക്കിയിട്ട് ലൈറ്റ് കത്തിച്ചിട്ടിരിക്കുകയാണ്. കൊള്ളാം, ബുദ്ധിമതി തന്നെ. ക്യൂട്ട്നെസ് ഇടുവാണ് ഗൈസ്, നിങ്ങൾക്ക് വേണ്ടി മാത്രം ഇട്ടുകൊണ്ടിരിക്കുന്ന ക്യൂട്ട്നെസ് ആണ്. ഓ കൈയടിക്കുന്നു. ഒന്നും ഞാൻ ഇടത്തില്ല, എല്ലാം കട്ട് ചെയ്ത് കളി. നോക്കിക്കോ, ഒന്നും ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല. എൻ്റെ ചാനൽ, എൻ്റെ ഇഷ്ടം. ഞാൻ അങ്ങനെ പറഞ്ഞു വന്ന കാര്യം ഞാൻ മനസ്സിലാക്കിയ സത്യം, നമ്മൾ കേരളം ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അൻപണ്ണൻ്റെ നാടൊന്നും എത്തിയില്ല. ഇതിപ്പോൾ എൻ്റെ കൂടെ പഠിച്ച കടവൻ്റെ നാടാണ്. കടവമ്പാലിൻ്റെ നാട് കാസർഗോഡ്. കടവ ഞാൻ എൻ്റെ നാട്ടിലുണ്ട്. കടവ് കാസർഗോഡ് വേറെ ആരുള്ളൂ. ഇതിപ്പോൾ ഏത് സ്റ്റോപ്പ് എത്തിയല്ല? വിവേക് ഇതാ കോഴിക്കോടാ. ഇക്ക കോഴിക്കോടാ. കാസർഗോഡ് കടവം മാത്രമേ ഉള്ളൂ. സോ ഇപ്പം ഞാൻ കാസർഗോഡാണ്. ഇനിയുണ്ട് ഇവിടെ നിന്ന് ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ. നമ്മൾ
നമ്മൾ അടുത്ത സ്പോട്ടിൽ എത്തിയിട്ട് കാണാം. ടാട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീണ്ടും വരാം. ടാട്ടോ. ഉടുപ്പി എത്തി. ഒരു 2 ഇയർ മുമ്പ് 2 ഇയർ ആയോ? 2 ഇയർ മുമ്പ് എത്തിയിട്ടുണ്ട്. സോ അടുത്ത സ്റ്റോപ്പാണ്. അമ്മ ഇവിടെ ഉണ്ട്. ഇനി അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങണം. എന്നിട്ട് അവിടെ നിന്ന് പിന്നെ റൂമിൽ പോകണം. പിന്നെ അമ്പലം. സ്റ്റോപ്പെത്തി ഇറങ്ങാൻ പോകുന്നു. ഇറങ്ങിയിട്ട് കാണിക്കാം. ഏതാ സ്റ്റോപ്പെന്ന് നീക്കണം കേട്ടോ. ഞാനങ്ങനെ ഒരു ഐ തിങ്ക് ഒരു 20 കൊല്ലം എന്തോ 20 അല്ല 18-15 വർഷത്തിന് ശേഷം എഗെയിൻ ബാക്ക് ടു മൂകാംബിക. ഇറങ്ങിയിട്ട് ബാക്കി വിശേഷം കാണിക്കാം. നമ്മളെത്തി. നമ്മുടെ സ്റ്റോപ്പിൻ്റെ വരുന്നത് ഹങ്കല്ലൂർ. മംഗല്ലൂരല്ല ഹങ്കല്ലൂർ. സമ്മ എങ്ങനെയുണ്ടായിരുന്നു ട്രെയിൻ ജേണി? അടിപൊളി. നല്ല വീഡിയോ എന്താ പറയാ, നല്ല വീഡിയോ അല്ല, നല്ല വെയിലുണ്ട്. എന്നെ കാണുന്നില്ല, പ്ലേ ആണോ ഒന്നും മനസ്സിലാവുന്നില്ല. എനിവേ നമ്മൾ വന്ന ട്രെയിൻ കൊള്ളായിരുന്നു. വീണ്ടും അമ്മ പെങ്ങൾ ഫ്രണ്ടിൽ നടപ്പുണ്ട്. വീടിൻ്റെ നാഥയാണ്. നാഥ ഫ്രണ്ടിൽ നടപ്പുണ്ട്. ഞാനമ്മ ബാക്കിൽ ഫോളോ ചെയ്യുന്നു. നമുക്ക് ഭാഷയൊന്നും അറിയാത്തതുകൊണ്ട് നമ്മളിങ്ങനെ നടക്കുന്നു. ഓക്കെ, എനിവേ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലൊക്കെ കാണാം. ഇനി വണ്ടി പിടിക്കണം അല്ലേ? വണ്ടി അവൾ ബുക്ക് ആക്കിയിട്ടുണ്ടായിരിക്കും. സോ വണ്ടി പിടിച്ചിട്ട് എനിക്കൊന്നും സ്ക്രീൻ കാണുന്നില്ല. നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് പോലെ എഡിറ്റ് ആക്കുമ്പോൾ ഇനി മനസ്സിലാകത്തുള്ളൂ കേട്ടോ. ഞാൻ സ്ക്രീൻ ഇതിപ്പം മിക്കവാറും എല്ലാം എടുക്കുമ്പോൾ നമ്മൾ വീഡിയോ ഓണാക്കാൻ മറന്നു കാണും കേട്ടോ. ഈ എപ്പോഴും ഞങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഇങ്ങനെ ഗൈസ് ഞങ്ങളിങ്ങനെ കുറേ സീൻ അഭിനയിക്കും. എന്നിട്ട് അതിൽ അമ്മയുടെ ഏറ്റവും നല്ല സീൻ എടുത്ത് വെക്കത്തുള്ളൂ. എന്താ വെച്ചാൽ അമ്മയുടെ ഒരു 200 ടേക്ക് പോകേണ്ടി വരും നല്ലൊരു സീൻ കിട്ടണമെങ്കിൽ. പച്ചക്കള്ളോ കഴിഞ്ഞ ദിവസം ഒരു ഷൂട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ തന്നെ 20 മിനിറ്റ്. ഞാൻ നല്ലത് എപ്പോഴും എടുക്കും, ഇതിന്റെ കൊള്ളത്തില്ല. 20 മിനിറ്റ്. നമ്മുടെ നാഥ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? വീടിന്റെ ഗ്രഹനാഥ തിരിഞ്ഞു നോക്കി. അതിന് മിണ്ടാ നടക്കാം. ഗ്രഹനാഥ നോക്കിയാൽ പിന്നെ അപ്പീലില്ല ഗൈസ്. ഒക്കെ കാണാമോ? ട്രെയിൻ എടുത്തു ഗൈസ്. പിന്നെ നമ്മൾ കാറെത്തി കൊച്ചെന്ന റൂമിലെത്തിയിട്ട് വരാം. എനിക്കൊന്നും കാണുന്നില്ല. പക്ഷെ നമ്മളെത്തിയതിപ്പം ഹങ്കല്ലൂരല്ല, കുണ്ടപുര. ഹിയർ നമ്മളെത്തിയത്. സോയോ എന്നെ കൂടെ വണ്ടി പോകുന്നു. ഞാൻ പോട്ടെ. ടാറ്റ. ഗൈസ് എത്തി നമ്മൾ. അങ്ങനെ നല്ലൊരു യാത്രയായിരുന്നു മൂകാംബികയിലോട്ട്. ഒരു വണ്ടർല ട്രിപ്പാണ്. പുള്ളി സീൻ എയർലൈന് പകുതി നേരെ ഇപ്പോഴാണ് ലാൻഡ്. അമ്പലം തൊട്ട് ഫ്രണ്ടിലുണ്ട്. ഇതാണ് അമ്പലം. നമ്മൾ നിൽക്കുന്ന ഹോട്ടൽ മഹാലക്ഷ്മി റെസിഡൻസി. സോ തൊട്ട് മുമ്പിലുണ്ട്. ഞാൻ ഫ്രഷായിട്ട് വൈകിട്ട് പോയി തൊഴുത്. നാളെയാണ് നമ്മുടെ മെയിൻ പൂജ. പക്ഷെ ഞാൻ മിക്കവാറും 2 പാർട്ടായിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇന്നൊരു പാർട്ട്, നാളെ ഒരു പാർട്ട്. അങ്ങനെ ആയിരിക്കും എന്തായാലും ഞാൻ ഇടുന്നത്. പക്ഷേ നാളെ നമ്മൾ കുറച്ച് പ്ലാൻ ഉണ്ട്. അത് നാളത്തെ ബ്ലോഗിൽ പറയാം. അല്ലെങ്കിൽ പിന്നെ ഇച്ചിരി കഴിയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. എനിവേ എൻ്റെ അമ്മ ഇവിടെ ഉണ്ട്. റൈഡ് എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? നമ്മൾ വീണ്ടും റിവ്യൂവിലോട്ട് വരികയാണ്. നമ്മളിപ്പോൾ ഇവിടെ കയറി റൂമിൽ ചായ കുടിക്കാമെന്ന് വെച്ചു. അമ്മ എങ്ങനെ? വണ്ടർലയിൽ ഇതിന് ഭംഗിയായിട്ട് പോയിട്ട് വരാൻ പറ്റുമെന്ന് എൻ്റെ ഒരു ഫീലിംഗ്. പക്ഷേ ഇത് വണ്ടർലയാണ്. അത്രേ ഉള്ളൂ. ഇവിടെ വന്നപ്പോൾ ആണെങ്കിൽ ഞാൻ ഞെട്ടിപ്പോയി ഗൈസ്. പുള്ളി ജാതി മലയാളം എന്നെക്കാട്ടി കിടുവായിട്ട് എന്നെക്കാട്ടി കൃത്യമായിട്ട് മലയാളം പറയും. എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. എന്തൊക്കെയോ ഓർഡറാക്കി ചേച്ചി. അതെല്ലാം ഒന്ന് കഴിക്കും. ഹായ് ഗായ്സ്, ഞങ്ങളെത്തി. റൂമിലെത്തി. ചേച്ചി എന്തോ പുറത്തോട്ട് പോയേക്കുന്നു. എൻ്റെ മാതാശ്രീ അവിടെ ഇരിക്കുന്നു. കാണിച്ചു തരാം. ഹായ് മാതാവേ. ഇതിപ്പോൾ നമ്മൾ കേരളത്തിൽ എത്തിയൊരു ഫീലാണ് ഗൈസ്. എവിടെ നോക്കിയാലും മലയാളം ബോട്ട്. ഞാൻ പെട്ടെന്ന് സ്ഥലം വീണ്ടും ഇത്ര 10 മണിക്കൂർ ട്രാവൽ ചെയ്ത് വീണ്ടും കേരളത്തിലോട്ടാണോ എന്ന് ആലോചിച്ചു. സീനില്ല, വിഷയമില്ല. ഇനി നമുക്ക് വൈകിട്ടാണ് പൂജ. അപ്പം അതുവരെ റെസ്റ്റ് എടുക്കുന്നു. ഓമച്ച ഞാൻ പറഞ്ഞു ശരിക്കും നമ്മുടെ പൂജ നാളെ രാവിലെ 5 മണിക്കാണ്. പക്ഷെ വൈകിട്ട് നമ്മൾക്ക് 7 മണിക്ക് ദർശനമുണ്ട്. അപ്പോൾ ആ ദർശനത്തിന് പോകണം. നാളെ ചെയ്യുന്ന ചണ്ഡിക ഹോമം. എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ്. ഞാൻ ആഫ്റ്റർ 15 വർഷത്തോളം കഴിഞ്ഞിട്ട് വരുന്ന വരവാണ്. 15 or 16 അല്ലേ അമ്മേ? സോ കൊച്ചു 10 പഠിക്കുമ്പോൾ, കൊച്ചു 10 എന്നാണ് പഠിച്ചത്. എന്നാണ് നമ്മൾ വന്നേക്കുന്നത്. എന്തൊക്കെയാണ് പറയുന്നത്? കൊച്ചു 10 പഠിക്കുമ്പോൾ പിന്നെ കൊച്ചു 10 പഠിക്കാതെ വിഷയമില്ല. സോ നമുക്ക് കുറച്ച് നേരം TV ഒക്കെ കണ്ടിട്ട് പോകും.
റൂമിൻ്റെ സെറ്റപ്പ് ഇതാ ദേവി ഇരിക്കുന്നു. ദേവിയുടെ ഫോട്ടോ ഉണ്ട്. പിന്നെ അവിടെ കബോർഡ്, അമ്മ, കർട്ടൻ. 2 hours later. ഗായ്സ് എന്നെ കാണത്തില്ല. ഇപ്പോൾ റെഡിയായി. ഓ അതെ അതെ, ഇതാണ് എൻ്റെ അമ്മ. അമ്മ റെഡിയായി, ചേച്ചി റെഡിയായിക്കൊണ്ടിരിക്കുന്നു. സോ ഇതാണ് ഔട്ട്ഫിറ്റ്, അമ്മയുടെ ഔട്ട്ഫിറ്റ്. ലലലാ എൻ്റെ ഔട്ട്ഫിറ്റ് കാണിച്ചു കൊടുക്ക്. ക്യാമറ എന്നെ കാണിക്കേ. ഇതാണ് എൻ്റെ മകൻ്റെ ഔട്ട്ഫിറ്റ്. കിട്ടിയെന്ന് അത് കിട്ടും, വിഷയമൊന്നുമില്ല. സോ സെറ്റപ്പൊക്കെ ആയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. സെറ്റല്ലേ? ഓൾറെഡി ടു അമ്പലം തൊഴാം. ഞാൻ ബാക്കിൽ അവിടെ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. സോ അമ്പലത്തെത്തിയിട്ട് കാണിച്ചു തരാം. മേരാ സിസ്റ്റർ മാതാജി. സോ ഞങ്ങൾ ചിന്നെ പിടിച്ചു. സിസ്റ്റർ നാഥ, ഗ്രഹനാഥ. സോ ബിസിയാണ്. ഞങ്ങൾ ചേച്ചി പൂ മേടിക്കുവാണ്. ഒക്കെ ഉണ്ടാ ഞങ്ങൾ ആറന്മുള അമ്പലത്തിൻ്റെ ഒരു വൈബ് പിടിച്ചു. കൊള്ളാം. ആഫ്റ്റർ 16 years ഇസ് ബാക്ക്. ഹൈ പശുബ. പശുവാണ് കാളയാണ് എന്താ സംഭവം? അമ്പലം. ഗൈസ് തൊഴുതിറങ്ങി. അമ്മ തൊഴുതു. യെസ് തൊഴുതോ? ഞാനും ചേച്ചി തൊഴുതു. ഞങ്ങള് മൂകാംബികയിലാണേ. തൊഴുതു ഗൈസ്. ഓക്കെ, ഇനി ബാക്കി പിന്നെ കാണാം. എന്തെങ്കിലുമൊക്കെ നടക്കുമ്പോൾ കാണിച്ചു തരാം. ടാറ്റാ. അന്നദാനം കഴിക്കാൻ പോകുന്നു. സോ റെസിപ്റ്റൊക്കെ കൊടുത്ത് അതൊക്കെ പറഞ്ഞു. അന്നദാനം കഴിച്ചിട്ട് വരാം. ഹായ് അമ്മ, എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. ഇപ്പം എന്തെടുക്കാൻ വന്നേക്കുന്നു? അന്നദാനം കഴിക്കാൻ എൻ്റെ പെങ്ങളിവിടെ ഉണ്ട്. പെങ്ങൾ തൊട്ടടുത്തുണ്ട്. പെങ്ങളെ കാണിച്ചിട്ട് പെങ്ങളെ ഒരു ഹായ് കൊടുത്തു. ഹലോ. പെങ്ങളെ ഹായ് വന്നു. ഓക്കെ, കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ. അമ്മ എടുത്തിട്ടുണ്ട്. ഹാപ്പി അമ്മയ്ക്കകത്ത് വരും. എല്ലാവരും ഫോളോ ചെയ്യുക. ഞങ്ങൾ ഹാപ്പി അമ്മ 100ഉം എൻ്റെ യൂട്യൂബ് എത്ര 1000 അങ്ങനെ ഒന്നുമില്ല അമ്മ. 956. രാവിലെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ 950. ഇപ്പോൾ 956. യെസ്, ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. അമ്മയുടെ ഒരു വീഡിയോ ഒക്കെയാണ് ഇത്ര ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടുന്നത്. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളിപ്പോൾ അന്നദാനം കഴിച്ചുകൊണ്ടിരിക്കണം. അന്നദാനം, അവിടെ അന്നദാനം, ഇവിടെ അന്നദാനം. ഗൈസ്, അപ്പം ഇന്നത്തേക്ക് വ്ളോഗ് നമ്മൾ തീർക്കുമല്ലേ ദീപേ? സോ ഇന്നത്തേക്ക് നമ്മുടെ വ്ളോഗ് തീർന്നു കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമ്മൾ കഴിഞ്ഞിരിക്കുന്നു. നാളെ രാവിലെ അടുത്ത വ്ളോഗ് വരും. അപ്പോൾ ഒരു ടാറ്റ കൊടുക്കുക എല്ലാവർക്കും. ക്യാമറ അടിച്ചോ.